ഡ്യൂട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യൻ കാർഡിൽ ഇപ്പം വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. മലയാളികളുടെ മനസ്സാക്ഷിയെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിലെ വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് ഇപ്പോൾ പോലീസ്. ഇവർ ആത്മഹത്യ ചെയ്തത് നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമാണ് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. നോബിക്ക് ജാമ്യം നൽകരുതെന്ന് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടു. ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ നോബി ഫോണിൽ വിളിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുവരെ ജീവിതത്തിൽ പൊരുതി ജീവിച്ച ഷൈനി തളർന്നു പോയതും സ്വന്തം മക്കളെ പോലും തള്ളി പറഞ്ഞുള്ള നോബിയുടെ വാക്കുകളിലായിരുന്നു. കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതും ഈ ഒരു ഫോൺ വിളിയെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. ഭർത്തൃ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മറ്റുമാണ് ഷൈനി ജീവിച്ചു പോന്നത്. ഭർത്താവിന്റെ സഹായമില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചു വരികയായിരുന്നു. ഒരു ജോലി ലഭിക്കാൻ പല വഴികളും തേടിയെങ്കിലും അതൊന്നും ലഭിച്ചിരുന്നില്ല. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഷൈനി. ഇതിനിടെയാണ് വിവാഹമോചനം നൽകാൻ തയ്യാറാകാതെ ഭർത്താവ് ഒളിച്ചു കളി തുടങ്ങിയതും. ഇതെല്ലാം അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി. ഷൈനി മരിക്കുന്നതിന്റെ തലേന്നും നോബി ഫോണിൽ വിളിച്ചതും രാത്രി 10:30-ക്കാണ്. വാട്സാപ്പിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും 2 മക്കളും ചാകണം. എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നായിരുന്നു നോബി ചോദിച്ചത്. ഈ വാക്കുകളാണ് അതുവരെ പിടിച്ചു നിന്ന ഷൈനിയുടെ ചങ്കിൽ തറച്ചതും. ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് അതായത് മണിക്കൂറുകൾക്ക് ശേഷമാണ് നോബി കേട്ടതും കൂട്ട ആത്മഹത്യയുടെ ഈ ഒരു വാർത്ത തന്നെയായിരുന്നു. അതിക്രൂരമായ ഈ വാക്കുകൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായി എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതും. നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് പറഞ്ഞു. പ്രതി നോബി ലൂക്കോസിന് ജാമ്യം നൽകരുത് എന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് തന്നെ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നതും. 10ഉം 11ഉം വയസ്സുമുള്ള 2 പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് ഈ ഒരു പ്രതി. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സംഭവമായതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും. സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിലെ മറ്റു നോബിമാർക്കും പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്ത് ഒളിവിൽ പോകുമെന്നും തിരികെ വരാൻ സാധ്യതയില്ല എന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഫെബ്രുവരി 28 ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചായിരുന്നു ഷൈനിയും ഷൈനിയുടെ മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരിച്ചത്. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെയാണ് ഷൈനിയുടെയും മക്കളുടെയും ഈ ഒരു ആത്മഹത്യ. കുടുംബപരമായ പ്രശ്നങ്ങളും BSc നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിന്റെ വിഷമങ്ങളും ഷൈനിക്ക് ഉണ്ടായിരുന്നു. മരിച്ച അലീനയ്ക്ക് 11 വയസ്സും ഇവാനയ്ക്ക് 10 വയസ്സുമായിരുന്നു പ്രായം. നേരത്തെ തന്നെ നോബിക്കെതിരെ 2024 ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ്. കേസിൽ പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നു എന്ന് വ്യക്തമാകുന്ന ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നും സുഹൃത്തിനോട് ഷൈനി സുഹൃത്തുക്കളോടായി പറഞ്ഞു. ഡ്യൂട്ടിയിലാണോ? എടീ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടീ, നമ്മുടെ ഏഷ്യൻ കാർഡിൽ ഇപ്പം വേക്കൻസി വല്ലതും ഉണ്ടോ അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ ഡി? ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി.
എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏഷ്യക്കാരുടെ വല്ല ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്നാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് വരുന്നത്, ഏപ്രിൽ 9 അടുത്തേക്ക് വന്നില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ? അത് എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാൾ